നാട്ടുകൾ വിഷന്റെ ന്യൂസ് അറ്റ് 7 വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രാദേശിക വാർത്തകൾ ചുരുക്കത്തിൽ. ഇന്നത്തെ പ്രധാന വാർത്തയിലേക്ക്. അന്താരാഷ്ട്ര കടുവാ ദിനം ആചരിച്ച് ഒരു കൂട്ടം വിദ്യാർത്ഥികൾ. തിരുവിഴാങ്കുന്ന് UP സ്കൂളിലാണ് കടുവാ ദിനം ആചരിച്ചത്. വാർത്ത വിശദമായി. കോട്ടപ്പാടം തിരുവിഴാങ്കുന്ന് CPAUP സ്കൂളിൽ അന്താരാഷ്ട്ര കടുവാ ദിനം ആചരിച്ചു. കടുവകളെ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത ഓർമ്മിപ്പിച്ചുകൊണ്ടുള്ള വാർഷിക ഓർമ്മ ദിനത്തിൽ വിവിധ പരിപാടിയാണ് സംഘടിപ്പിച്ചത്. വിദ്യാലയത്തിലെ പരിസ്ഥിതി ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ കുട്ടികൾക്ക് കടുവയുടെ സംരക്ഷണം ഒറ്റക്ലിക്കിൽ എന്ന പ്രത്യേക ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തകനും വിദ്യാലയത്തിലെ സയൻസ് അധ്യാപകനുമായ രഞ്ജിത്ത് ജോസ് കുട്ടികൾക്ക് ആവാസ വ്യവസ്ഥയിൽ കടുവയുടെ സംരക്ഷണത്തെക്കുറിച്ച് പറഞ്ഞുകൊടുത്തു. വിദ്യാലയത്തിലെ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട 40ഓളം കുട്ടികൾ പങ്കെടുത്തു. കടുവകളെക്കുറിച്ചുള്ള വീഡിയോ പ്രദർശനവും നടത്തി. വെള്ളത്തിലിറങ്ങി ചീങ്കണ്ണികളെയും കടുവകൾ, അതായത് ചീങ്കണ്ണി അതുപോലെ തന്നെ മുതലകളെ വരെ അവർ വേട്ടയാടുന്ന കൂട്ടാണ്. പിന്നെ അതുപോലെ തന്നെ മറ്റ് കാട്ട് പട്ടികൾ, അതായത് വൈൽഡ് ഡോഗ്, അവരൊക്കെ ഇരവട്ടം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം വിഷമം തോന്നും. ഇരയെ പിടിച്ചു കഴിഞ്ഞാൽ ജീവനോടെ തന്നെ അവർ തുടർന്ന് പൊതുവിജ്ഞാനാധിഷ്ഠിതമായ പ്രശ്നോത്തരിയും പ്രത്യേക അസൈൻമെൻറ്റ് തയ്യാറാക്കാനും വിദ്യാർത്ഥികളോട് ആവശ്യപ്പെട്ടു. മികച്ച വിദ്യാർത്ഥികൾക്ക് സമ്മാനവും വിതരണം നടത്തും. ചടങ്ങിൽ സീനിയർ അധ്യാപകൻ ജയചന്ദ്രൻ ചത്തല്ലൂർ, മാനേജർ CP ഷിഹാബുദ്ദീൻ, HM ഇൻചാർജ് അബ്ദുൽ കരീം എന്നിവരും പങ്കെടുത്തു. അതുപോലെ തന്നെ മുതലകളെ വരെ അവർ വേട്ടയാടുന്ന കൂട്ടാണ്. പിന്നെ അതുപോലെ തന്നെ മറ്റ് കാട്ട് പട്ടികൾ, അതായത് വൈൽഡ് ഡോഗ്, അവരൊക്കെ ഇരവട്ടം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം വിഷമം തോന്നും. ഇരയെ പിടിച്ചു കഴിഞ്ഞാൽ ജീവനോടെ തന്നെ അവർ ഇഷ്ടപ്പെടുന്നവരാണ്. കൂട്ടമായിട്ടല്ല, ഒരു ഗ്രൂപ്പായിട്ട് കണ്ട് അവരൊരു ഒറ്റയ്ക്ക് ആണ് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നത്. ഇര പിടിക്കുന്നതും ഒറ്റയ്ക്കാണ്. പിന്നെ 4 വരെ കുഞ്ഞുങ്ങളുണ്ടാവും. അപ്പോൾ ജനിച്ച ഉടനെ കുഞ്ഞുങ്ങൾക്ക് കാഴ്ചശക്തി ഉണ്ടാവില്ല എന്നാണ് പറയുക. ആദ്യത്തെ ഒരു 2 വർഷങ്ങളിൽ 2-3 വർഷം അമ്മ കടുവ വരെ സംരക്ഷിക്കും. പിന്നെ ഒരു 3-4 വയസ്സാകുമ്പോഴത്തേന് ഒരു പ്രായത്തിൽ എത്തുമ്പോഴാണ് അവർ ഒറ്റയ്ക്ക് ഇര തേടാനൊക്കെ തുടങ്ങുന്നത്. ഏകദേശം ഒരു 10 മുതൽ ഒരു 10-15 വർഷം വരെയാണ് ഒരു കടുവയുടെ ആയുസ് എന്ന് പറയുന്നത്. പിന്നെ ഈ സൂവിലൊക്കെ, മൃഗശാലയിലൊക്കെ മനുഷ്യന്റെ സംരക്ഷണത്തിൽ കൃത്യമായ ആരോഗ്യ പരിചരണത്തോടെ രോഗം വന്നാൽ ഇപ്പോൾ സൂവിലൊക്കെ ആണെങ്കിൽ, മൃഗശാലയിലൊക്കെ ആണെങ്കിൽ അവർക്ക് ചികിത്സ കിട്ടും. കാട്ടിലൊക്കെ അത് കിട്ടും ഇല്ല. ചിലപ്പോൾ മറ്റു കടുവകളുമായിട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ ഇര പിടിക്കുമ്പോൾ ഇപ്പോൾ മാനിനെയൊക്കെ അതിൻ്റെ കൊമ്പ് കൊണ്ടിട്ടോ അല്ലെങ്കിൽ കാട്ടുപോത്തൊക്കെ അതിൻ്റെ കുത്തേറ്റിട്ടോ ചവിട്ടേറ്റിട്ടോ ഒക്കെ നല്ല പരിക്ക് പറ്റിയിട്ട് അത് മരണം സംഭവിക്കാറുണ്ട്. മനസ്സിലായോ? അപ്പോൾ അതിന് ഈ കടുവയുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഏറ്റവും ശക്തന്മാരാണെങ്കിൽ തന്നെ അവർക്ക് അവരുടെ ജീവിതം വളരെ ദയനീയം തന്നെയാണ്. കാരണം എന്താണ്, അവർക്ക് വളരെ കഷ്ടപ്പെട്ടിട്ടാണ് അവർ ഇര പിടിക്കുന്നത്. കാരണം ഓടിച്ചെല്ലുമ്പോഴേക്കും ഇരയെ കിട്ടുമോ? അപ്പോൾ മാനെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലിയ ഓട്ടക്കാരാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരു ഡിസ്കവറി ചാനലിൽ ആനിമൽ പ്ലാനറ്റൊക്കെ കാണാറില്ലേ? അത് കാണാൻ ഇഷ്ടമുണ്ടോ? പ്രകൃതി അങ്ങനത്തെ കാടുമായി ബന്ധപ്പെട്ട വീഡിയോസൊക്കെ കാണാറുണ്ടോ?